ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആസ്ട്രേലിയൻ അക്കാഡമി. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മിഡ് ടേം എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ് 9 ചോദ്യം നമ്പർ 6 ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ചോദ്യം: ഇൻ ദ പിക്ചർ ദ ഹൊറിസോണ്ടൽ ലൈൻസ് ആർ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് അപ്പാർട്ട്. ദ സ്ലാൻഡഡ് ലൈൻ കട്ട്സ് സം ഓഫ് ദീസ് അറ്റ് എ ബി സി. വാട്ട് ഈസ് എ ബി ഈസ് ടു ബി സി? ചോദ്യം മലയാളത്തിൽ വിശദീകരിക്കാം. ചിത്രത്തിലെ വിലങ്ങനെയുള്ള വരകളെല്ലാം സമാന്തരമാണ്. അടുത്തടുത്ത വരകൾക്കിടയിൽ ഒരേ അകലവുമാണ്. ചെരിഞ്ഞ വര ഈ വരകളിലെ ചിലതിനെ എ ബി സി എന്നീ ബിന്ദുക്കളിൽ മുറിച്ചു കടക്കുന്നു. എ ബി ഈസ് ടു ബി സി എത്രയാണ്? ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ വരകളെല്ലാം സമാന്തരമാണ്, അവയെല്ലാം തുല്യ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് കണ്ടെത്തേണ്ടതായിട്ടുള്ളത് എ ബി ഈസ് ടു ബി സി എന്ന അംശബന്ധമാണ്. അതായത് ഈ വരകളെല്ലാം പാരലലാണ്, അവ ഇക്വ ഡിസ്റ്റൻസിലാണുള്ളത്. നമുക്ക് എ ബി ഈസ് ടു ബി സി എന്ന റേഷ്യോ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനായിട്ട് നമുക്കൊരു കൺസെപ്റ്റ് അറിയാം. പാരലൽ ലൈൻസ് ദ സെയിം ഡിസ്റ്റൻസ് അപ്പാർട്ട് കട്ട് എനി അതർ ലൈൻ ഇൻടു ഈക്വൽ പീസസ്. ഒരേ അകലം ഇടവിട്ടുള്ള സമാന്തര വരകൾ മറ്റ് ഏത് വരയെയും മുറിക്കുന്നത് ഒരേ നീളമുള്ള ഭാഗങ്ങളായാണ്. അതായത് ഈ ഒരു പോയിന്റിനെയും ഈ ഒരു ലൈനിനെ ഈ സമാന്തര വരകൾ മുറിക്കുന്ന അതേ റേഷ്യോയിലാണ് ഈ വരയെയും ഈ ചെരിഞ്ഞ വരയെയും മുറിക്കുന്നത്. ഈ ഒരു കുത്തിനെയുള്ള വര നോക്കൂ, ഇതിനെ മുറിക്കുന്നത് ഏത് റേഷ്യോയിലാണ്? ഇവയൊക്കെ തുല്യമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് ഈ ഒരു ലൈനെ മുറിക്കുന്നത് 2, ഇവിടെ 2 ഭാഗങ്ങളാക്കി മുറിക്കുന്നു, പിന്നെ 3 ഭാഗങ്ങളാക്കി മുറിക്കുന്നു. 2:3 എന്ന റേഷ്യോയിലാണ് ഈ ലൈനിനെ മുറിക്കുന്നത്. ആ അതേ റേഷ്യോയിൽ തന്നെയായിരിക്കും ഈ ലൈനിനെയും ഈ ഒരു ചെരിഞ്ഞ വര അതായത് സ്ലാൻഡഡ് ലൈനിനെയും മുറിക്കുന്നത്. എ ബി ഈസ് ടു ബി സി ഈക്വൽ ടു 2:3. ആൻസർ ഓപ്ഷൻ സി.